സാജിറ്റേറിയസ് ജൂലൈയുടെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷണൽ എനർജിയാണ്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് വരണത്. അതുകൊണ്ട് കുറച്ചൊരു ഷോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് എക്സാക്ട്ലി എന്താണ് ഇവിടെ മെസ്സേജ് വാർണിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് ഇത് നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ്. നമ്മൾക്ക് നോക്കാം എന്താണ് മെസ്സേജസ് വരണേന്ന്. അപ്പോൾ ഇത് സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ജൂലൈ മാസം സാജിറ്റേറിയസ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ എന്ന് വെച്ചാൽ ജൂലൈ മാസത്തിൻ്റെ എനർജിയിൽ കുറേ അബണ്ടൻസ് ആണ് വരാൻ പോണത്. ഓക്കെ, കുറേ ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ എനർജി ഉണ്ട്. പൈസ ഒരുമിച്ച് വരണ എനർജി കാണാണ്ട്. അപ്പോൾ ഇതൊരു ബോണസ് ആവാം. അതല്ല വെച്ചാൽ എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് എന്താ വീട് വിൽക്കണ പൈസ, കുറേ പറഞ്ഞാൽ ബൾക്ക് മണി, പൈസ ഒരുമിച്ച് വരണ എനർജി, എന്തെങ്കിലും ഒരു സെയിൽ ഉണ്ടായിട്ട് ഇല്ല വെച്ചാൽ എന്തെങ്കിലും പാസ്റ്റിൻ്റെ ചില ഡ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ എല്ലാം ക്ലിയർ ആവണ എനർജി കാണാണ്ട്. അതുമാത്രമല്ല ഈ കാർഡ് ഞാൻ ഒരു സ്റ്റേബിൾ കാർഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫാമിലി കാര്യത്തിലും എല്ലാത്തിലും ഒരു നല്ല സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം ജൂലൈയിലാണ്, പക്ഷേ ഇത് ചിലപ്പോൾ ഫ്യൂച്ചറിലാണ് ഈ സ്റ്റെബിലിറ്റിയും അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ടാവുക. ഈ തുടക്കം കുറേ ഒരു സ്റ്റേബിൾ തുടക്കമാണ്. അപ്പോൾ ഇതൊരു പുതിയ ജോലി ആവാം, പുതിയ ബിസിനസ് ആവാം. അതല്ല വെച്ചാൽ എന്തോ ഒരു ഫിനാൻഷ്യൽ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. ഓക്കെ, ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആവാം. അതല്ല പറഞ്ഞാൽ ഒരു മാരേജ് പ്രപ്പോസൽ ആവാം. അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് അത് ഫ്യൂച്ചറിൽ മാരേജിലേക്ക് പോകണ എനർജി അങ്ങനെയും ആവാം. അപ്പോൾ എന്താണ് ഇവിടെ 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതോ ഒരു അറിയണ പേഴ്സൺ ആണ്. പാസ്റ്റിൻ്റെ എന്തോ എനർജി കാണാണ്ട്, പാസ്റ്റിൻ്റെ ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരണ എനർജി ആവാം. അതല്ല വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് അറിയണ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഇത് പൈസയുടെ കാര്യത്തിലാണ് വെച്ചാലും നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി ഇല്ല ഫാമിലിയുടെ ത്രൂ എന്തോ പൈസ വരണ എനർജി അങ്ങനെ എന്തോ കാണാണ്ട്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു, നിങ്ങൾ എന്തോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ജൂലൈയിലാണ് വരണത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സ്റ്റെബിലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മാരേജ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പൈസയുടെ കാര്യത്തിൽ സ്റ്റെബിലിറ്റി, ഒരു പുതിയ വീട്, ഓക്കെ, അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്തത് ഈ മാസം. അത് ഞാൻ കാണുന്നത് എന്തോ ഒരു സൈൻ കിട്ടും, നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയും ഈ പുതിയ തുടക്കം വരുമ്പോൾ നിങ്ങൾക്ക് അറിയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും വേഗം ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഹെർമിറ്റ് എനർജി, ഒരു ഐസൊലേറ്റഡ് എനർജി ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ ഇതിൽ എഫേർട്ട് ഇട്ടിട്ടാണ് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്ത് പോരാ, അതിൽ എഫേർട്ടും ഇടണം. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഫൈനലി നിങ്ങൾക്ക് വേണ്ട മാതിരി ഔട്ട്കം അതല്ല വെച്ചാൽ അതിൻ്റെ എന്തോ ഒരു തുടക്കം ഈ മാസം വരും. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ആദ്യം നിങ്ങൾ കുറച്ചൊരു സ്റ്റെപ്പ് പിമ്പാത്തിക്ക് എടുക്കണോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഒരു ഫിനാൻഷ്യൽ എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിക്കാൻ എന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു ബിട്രയൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പൈസ വരുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കാണ്ട്. എന്താ വെച്ചാൽ ആരോ ഇവിടെ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ
കരിയറിലാണോ അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പിലാണോ, എന്താണ് ഇത് നമ്മൾക്ക് നോക്കാം. എംപ്രർ മിക്കവരും ഇതൊരു കരിയർ ഇല്ല ബിസിനസ് സിറ്റുവേഷൻ ആയിരിക്കാം. എംപ്രർ എനർജി നിങ്ങൾ ഈ പേഴ്സണെ കുറേ ഈ പേഴ്സൺ ഒരു കാര്യമായി പേഴ്സൺ പറഞ്ഞാൽ കുറേ ഒരു പവർഫുൾ പേഴ്സൺ ആണ് ഇവർ, ഒരു അതോറിറ്റി മാതിരി ഒരു പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ ബോസും ആവാം, ഇല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ വാക്ക് വെച്ച് എന്തോ ഇൻവെസ്റ്റ് ചെയ്തു ആൻഡ് അതിൽ നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു ഔട്ട്കം ഇല്ല, അങ്ങനെയും ആവാം. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത് ഫ്യൂച്ചറിൽ. പക്ഷെ മേ ബി എവിടെയോ ഒരു ചതിയുടെ എനർജി ഉണ്ട്, ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യണ എനർജി ഉണ്ട്. ആൻഡ് അതോടെ നിങ്ങൾക്കും ഒരു ഗിൽട്ട് വരും, അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ പേഴ്സണെ ഇത്രയും വിശ്വസിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് ഡബിൾ ചെക്ക് ചെയ്യാത്തത്. അപ്പോൾ എല്ലാത്തിലും ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ മെർക്യൂറി റെട്രോഗേഡ് ഫേസിലാണ്. മെർക്യൂറി റെട്രോഗേഡിൽ എല്ലാം പ്രോപ്പർട്ടി, പിന്നെ പൈസയുടെ കാര്യം, എല്ലാം പേപ്പർ വർക്ക്, എല്ലാത്തിലും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒന്നും സൈൻ ചെയ്യരുത്. ഓക്കെ, സൈനിങ് അതൊക്കെ ഓഗസ്റ്റിൽ ചെയ്താൽ മതി. ജൂലൈയിൽ പറ്റുന്നെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ ലോസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തോ ഒരു ലോസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടണത് 10 ആണ്, പക്ഷെ നിങ്ങളുടെ ലോസ് 5 ആണ്. എന്ന് വെച്ചാൽ 50% ലോസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കാണ്ട്, എന്താ വെച്ചാൽ ഞാൻ ഇത് ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത് ഇവിടെ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, അതല്ല വെച്ചാൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലാവാം. ഒരു പാർട്ട്ണറായ പേഴ്സൺ ആണ് ഇത് ചെയ്യണത്. ഒരു ഫയർ സൈൻ ആണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഒരു സ്ട്രോങ് ഏരീസ് എനർജി ആണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അഡ്വൈസ് മുമ്പോട്ടേക്ക് പോകാനാണ്, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി വെക്കാനാണ്. ഇത് ബ്ലോക്ക് ചെയ്യരുത്. ഇതോടെ നിങ്ങൾക്ക് കുറച്ചൊരു സംശയം ഉണ്ടാവും, അത് എനിക്കിപ്പോൾ എന്താ വേണ്ടേ, ഞാൻ കുറച്ച് ഒരു ബ്രേക്ക് എടുക്കണോ, മുമ്പോട്ടേക്ക് പോകണോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത വെക്കരുത്. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ടേക്ക് തന്നെയാണ് പോകാൻ പറയണത്. ഇതൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായി, പക്ഷെ അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ കുറേ വേറെ സക്സസ് സ്റ്റോറീസും ഉണ്ട്. പക്ഷെ ഇതൊരു ലെസൺ ആയിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, സർപ്രൈസ് ഫാക്ടറിൽ 5 ഓഫ് സോർഡ്സ്. അപ്പോൾ ചില ജെലസ് നെഗറ്റീവ് എനർജീസും കാണാണ്ട്. ചിലവർ നിങ്ങൾ വേണിച്ചിട്ട് മിസ്ഗൈഡ് ചെയ്യുക. കുറേ പൈസ ഒരു പേഴ്സൻ്റെ കയ്യിൽ വരുമ്പോൾ എപ്പോഴും അതുണ്ടാവും. വേറെ ആൾക്കാരുടെ സൈഡിൽ നിന്ന് അസൂയ, അവർക്ക് ഒരു എന്താ പറയുക, നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് അവർക്ക് ഒരു സന്തോഷമില്ല. ഇത് എസ്പെഷ്യലി ഒരു ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളെ വേണിച്ചിട്ട് അവർ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രോങ് മെസ്സേജാണ്, സൂക്ഷിക്കണം. ടവർ എനർജി ഒരു ഷോക്കിംഗ് റെവലേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാവുമ്പോൾ നിങ്ങൾ ശരിക്കും ഷോക്ക്ഡായി പോവും. എന്താ വെച്ചാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഇത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത് ഈ പേഴ്സൺ എന്നെ ചീറ്റ് ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. കുറേ ക്ലാരിറ്റി വെക്കാനാണ് പറയണേ യൂണിവേഴ്സ്, പ്രാക്ടിക്കൽ ആവാനാണ് പറയണേ. എന്തായാലും ഈ സിറ്റുവേഷൻ കുറേ സമയം വരെ നടക്കില്ല. പറഞ്ഞാൽ ഇതൊരു ഷോക്കിംഗ് ഒരു ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ബട്ട് നിങ്ങൾ അതിനെ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ, ദ പവർ ഓഫ് പ്രെയർ, സറണ്ടർ, ബിലീവ്, എഫേം, റിലീസ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രേയേഴ്സിന് കുറേ എഫക്റ്റീവാണ്. നിങ്ങളുടെ പ്രേയേഴ്സ് കുറേ പവർഫുള്ളാണ്. ഓക്കെ, നിങ്ങൾ പ്രേ ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രേ ചെയ്യുക, ഫെയ്ത്ത് വയ്ക്കുക ആൻഡ് റിലീസ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അത് അങ്ങനത്തെ ആ ഒരു ഫെയ്ത്ത് വേണം. അപ്പോൾ ഇതാണ് സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു എന്ന്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ യെസ് എന്ന് എഴുതുക കമൻസിൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.